പാർട്ട് 17. ഏ കല്ലു! പുറകിൽ നിന്നും ആ ശബ്ദം കേട്ട മാത്രയിൽ കല്ലു പതിയെ തിരിഞ്ഞു നോക്കി. തൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വരുന്നവനിൽ നോട്ടമുടക്കി. പതിയെ ഒരുമിച്ച് ആ പാടവരമ്പിലൂടെ നടന്നു തുടങ്ങുമ്പോൾ കല്ലുവിൻ്റെ മനസ്സിൽ ഒരു തരം തണുപ്പായിരുന്നു. ഇത്രയും കാലം കാശിയുടെ അടുപ്പത്തെ തെറ്റിദ്ധരിച്ചതോർക്കെ കല്ലുവിന് സ്വയം പുച്ഛം തോന്നി. ഒരാണ് പെണ്ണിനോട് അടുപ്പം കാണിക്കുന്നതിന് ഒരർത്ഥമേ ഉള്ളൂ എന്ന ചിന്ത അവളുടെ ഉള്ളിലും ഉണ്ടായിരുന്നെന്നോർക്കെ കല്ലുവിന് അല്പം ജാള്യത തോന്നി. എന്താണ് കല്ലുമോൾ ഒന്നും മിണ്ടാത്തത്? കാശി ഇടങ്ങണ്ണിട്ട് അവളെ നോക്കി. കാശി അധികം സംസാരിക്കണ്ട. നീ ഇന്നലെ എന്ത് പണിയാണ് കാണിച്ച കാശി? ശ്രീകുട്ടിയെ കൈനീട്ടി അടിക്കുക എന്ന് പറഞ്ഞാൽ നീ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് വല്ല ധാരണയുമുണ്ടോ? കല്ലു ചോദിച്ചു. കാശി പെട്ടെന്ന് മൗനമായി. കാശി എന്തൊക്കെ പറഞ്ഞാലും അവളെൻ്റെ കൂടപ്പിറപ്പാണ്. അല്പം വാശിയും കുറുമ്പും അവളുടെ പ്രായത്തിൻ്റെയാണ്. അതിന് നമ്മൾ മുതിർന്നവർ തിരുത്തുകയല്ലേ വേണ്ടത്, അല്ലാതെ തല്ലുകയാണോ? കല്ലു അവനെ നോക്കി ഇരു കൈകളും മാറിൽ പിണച്ചു കെട്ടി നിന്നു. കാശി അവളുടെ നോട്ടത്തിൽ തെറ്റ് ചെയ്തെന്ന പോലെ തല താഴ്ത്തി നിന്നു. സോറിയടി കല്ലു, ഞാൻ ശ്രീകുട്ടിയെ തല്ലിയത് തെറ്റായി പോയി എന്ന് എനിക്കറിയാം. അതാലോചിച്ചിട്ട് എനിക്ക് ഇന്നലെ ഉറക്കം പോലും വന്നില്ല. കാശിയുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കല്ലു അന്നേരവും. എന്തോ കള്ളത്തരം നിഴലിക്കുന്നത് പോലെ ആ മുഖത്ത്. പെട്ടെന്ന് കാശി മുഖമുയർത്തി. ശരിക്കും തല്ലേണ്ടത് നിന്റെ ആ ചെറിയമ്മ എന്ന് പറയുന്ന ഭദ്രകാളിയായിരുന്നു. അടുത്ത വട്ടം ഉറപ്പായും ഞാൻ തെറ്റിദ്ധരുത്തും. ചെറിയമ്മക്ക് ഇട്ട് തന്നെ പൊട്ടിച്ചേക്കാം, കാശി പറഞ്ഞു. നീ ഒരിക്കലും നന്നാവില്ല കുരിപ്പേ. കല്ലു അണപ്പല്ല് കടിച്ചു പിടിച്ചു വെട്ടിത്തിരിഞ്ഞ് നടന്നു. കാശി ഒന്ന് ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളുടെ കൂടെയും. നീ ഇങ്ങനെ സർവം സഹയായി നിന്നാലൊന്നും നിന്റെ വീട്ടിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാത്തിനും നല്ല തല്ലിൻ്റെ കുറവുണ്ട്. ശരിക്കും 4 തല്ല് അത്യാവശ്യമായി വേണ്ടത് നിന്റെ തന്തക്കാണ്. കാശിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കല്ലു മൗനമായി. അച്ഛൻ എന്ന് പറയുമ്പോൾ നല്ലതൊന്നും തനിക്ക് ഓർക്കാനില്ലല്ലോ. അല്ലെങ്കിലും കുറേ പേടിപ്പെടുത്തുന്ന ദുരനുഭവങ്ങൾ, അതാണ് തനിക്ക് അച്ഛൻ. അതൊക്കെ പോട്ടെ. എന്താണ് കാശി അമ്മുവുമായിട്ട്? ചോദ്യം പാതി വഴിയിൽ നിർത്തി കല്ലു കാശിയെ ഒന്ന് നോക്കി. കള്ളത്തരം ചെയ്ത കുട്ടിയെപ്പോലെ കാശി തല താഴ്ത്തി നിന്നു. അവൻ്റെ മൂക്കിൻ തുമ്പ് വരെ ചുവന്നു വരുന്നത് കണ്ട് കല്ലുവിന് ചിരി പൊട്ടി. കാശി ആ മുഖമൊന്ന് കാണിച്ചേ, നോക്കട്ടെ. എന്താ മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്? നാണമോ? കല്ലു അവനെ കളിയാക്കി. കാശിയുടെ തല ഒന്നുകൂടെ കുനിഞ്ഞു. കല്ലു ഉറക്കെ ചിരിച്ചു. കൂടെ കാശിയിലും ഉണ്ടായിരുന്നു ഒരു ചെറുചിരി. എനിക്ക് ആലോചിക്കാൻ വയ്യ കാശി. നീയും അമ്മവും തമ്മിലുള്ളതിനേക്കാൾ ജോഡിയാണ് നീയും ശരവണൻ ചേട്ടനും. നല്ല ജോഡിയായിരിക്കും. ബെസ്റ്റ് അമ്മായിപ്പനും മരുമകനും. കല്ലുവിന് അത് ആലോചിക്കും തോറും ചിരി അടക്കാൻ പറ്റിയിരുന്നില്ല. കാശി അവളെ തന്നെ നോക്കി നിന്നുപോയി. ഇത്രയും അടുപ്പത്തോടെ അവൾ ആദ്യമായാണ് എന്നോട് ഇടപഴകുന്നത്. ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിക്കുന്നവളെ താൻ കണ്ടിട്ട് പോലുമില്ല. കല്ലു, നീ വിചാരിച്ചിരുന്നോ നിന്നോട് എനിക്ക് പ്രണയമാണെന്ന്? കാശി പെട്ടെന്ന് ചോദിച്ചു. പെട്ടെന്നുള്ള കാശിയുടെ ചോദ്യം അവളെ അക്ഷരാർത്ഥത്തിൽ വളർച്ചു. അവൾക്ക് ഒരു വട്ടം കൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടി തോന്നി. കാശിക്കും അവളുടെ മൗനത്തിൽ നിന്ന് മനസ്സിലായിരുന്നു അവൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന്. സത്യത്തിൽ ആരാണ് എനിക്ക് ഇവൾ? അറിയില്ല. എൻ്റെ ആരോ ആണ്. എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ. എൻ്റെ നല്ല സുഹൃത്തായി തോന്നുന്നു. മറ്റെന്തൊക്കെയോ ആയി തോന്നുന്നു. ഒരു ബന്ധത്തിൻ്റെയും കെട്ടുകളില്ലാതെ ഒരാൾക്ക് ഇത്രത്തോളം നമ്മളുടെ ഹൃദയത്തിൽ വേര് പടർത്താൻ കഴിയുമോ? അറിയില്ല. ആരാണ് തനിക്ക് ഈയുള്ളവൾ? കാശി സ്വയം ചോദിച്ചു. എപ്പോഴും കല്ലുവിൻ്റെ സങ്കടങ്ങളും അവളെ കണ്ടതും അവളോട് മിണ്ടിയതുമൊക്കെ പറഞ്ഞു കേട്ട് അമ്മ അടക്കം തന്നോട് പറഞ്ഞു അതിനെ അവിടെ ഇട്ട് നരകിപ്പിക്കാതെ ഒരു താലി കെട്ടി വീട്ടിലോട്ട് കൊണ്ടുപോന്നോ എന്ന്. അതോർക്കെ കാശി ഒന്ന് ചിരിച്ചു. കല്ലു അവനെ നോക്കി നെറ്റി ചൊളിച്ചു. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. എൻ്റെ അമ്മ ദിവസവും നിലവിളക്കും തേച്ച് മിനുക്കി വെക്കും. ഞാൻ പെട്ടെന്നൊരു ദിവസം തന്നെയും വിളിച്ചിറക്കി കൊണ്ട് ചെന്നാൽ നിലവിളക്ക് തന്ന് സ്വീകരിക്കാൻ. കാശി ചിരി കടിച്ചു പിടിച്ചു. കല്ലുവിൻ്റെ കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞുപോയി. പിന്നെ രണ്ടാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിച്ചു ഇരുവരും. എതിരെ വരുന്ന ജോസഫിനെ കണ്ടപ്പോഴാണ് ഇരുവരുടെയും സംസാരവും ചിരിയും നിന്നത്. ആളുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അത് കഴുത്തിലൂടെ ചുറ്റിക്കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. കാലു വേദനിച്ചിട്ടെന്ന പോലെ ഒരു പുറം ചെരിഞ്ഞാണ് നടപ്പ്. നെറ്റിയിലുമുണ്ടൊരു കെട്ട്. എൻ്റെ ഭാവി അമ്മായിപ്പം ആള് കൊള്ളാം. ഒരൊറ്റ ചവിട്ടിനല്ലേ ആളെ ഈ കോലമാക്കിയേക്കുന്നത്, കാശി തലയാട്ടി പറഞ്ഞു. കല്ലു അന്നേരം ജോസഫിനെ തന്നെ നോക്കുകയായിരുന്നു. അയാളുടെ ഓരോ ചുവടിലും അയാൾക്ക് വേദനിക്കുന്നെന്ന പോലെ നെറ്റി ചുളിയുന്നുണ്ട്. കണ്ണുകൾ കലങ്ങുന്നുണ്ട്. താങ്ങാൻ ഒരാൾ പോലും ഇല്ലാതെ അയാൾ വരുന്നത് കണ്ടപ്പോൾ കല്ലുവിന് പലപ്പോഴായി അയാൾ തൻ്റെ മേൽ ചൊരിഞ്ഞിട്ട ക്രൂരതകളുടെ ദിവസങ്ങൾ ഓർമ്മ വന്നു. കർമ്മ എന്നൊരു സംഭവം ഉണ്ടല്ലോ, തിരിച്ചു കിട്ടും ആരെന്ത് ചെയ്താലും, ഇന്നല്ലെങ്കിൽ നാളെ. അടുത്തെത്തിയപ്പോഴാണ് ജോസഫ് കാശിയെ കാണുന്നത്. അയാളുടെ കണ്ണുകളിൽ ഒരു തരം ദയനീയത നിറഞ്ഞു. ജോസഫ് പതിയെ വലത്തെ കവിളിൽ ഒന്ന് തൊട്ടു.
പെങ്ങളെപ്പറ്റി അനാവശ്യം പറഞ്ഞു പരത്തിയെന്നും പറഞ്ഞ് അന്ന് കാശി കൊടുത്ത തല്ലിൻ്റെ തരിപ്പ് ഇപ്പോഴും വലത്തെ കവളിലുണ്ടെന്ന് അയാൾക്ക് തോന്നി. ജോസഫ് ഒന്ന് തിരിഞ്ഞ് ഓടാൻ പോലും കഴിയാതെ പേടിച്ച് വിറച്ചു തുടങ്ങിയിരുന്നു. വേട്ടക്കാരൻ്റെ കയ്യിൽ കിട്ടിയ ഇരയുടെ ദയനീയത അയാളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. കല്ലു അകമേ ഒന്ന് ചിരിച്ചു. എത്രയോ വട്ടം ഇതേപോലെ താൻ നിന്നിട്ടുണ്ട് അയാൾ കാരണമെന്ന് ഓർക്കെ അവൾ ചിരിക്കുകയല്ലാതെ മറ്റെന്തു ചെയ്യണം. കാശി തൊട്ടു മുന്നിലെത്തിയപ്പോഴേക്കും അയാൾ ദയനീയതയോടെ കൈകൾ കുപ്പിക്കഴിഞ്ഞിരുന്നു. കാശിയുടെ മുഖത്തും ഒരു ചിരി പടർന്നു. അയ്യോ, ജോസഫേട്ടനല്ലേ ഇത്? എന്തു പറ്റി ചേട്ടാ? കാശിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ ജോസഫ് ഒന്ന് പകച്ചു. അല്ലെങ്കിൽ നേർക്ക് നേരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓടിച്ചിട്ട് തല്ലുന്നവനാ. എന്താ ചേട്ടൻ ഒന്നും മിണ്ടാത്തെ? എന്നോട് പിണക്കമാണോ? ഒരു പ്രത്യേക താളത്തിൽ ചോദിക്കുന്നവനെ കണ്ടിട്ട് കല്ലുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. അറിയില്ല മോനെ, ഇന്നലെ സൈക്കിളിൽ പോവുകയായിരുന്നു. പെട്ടെന്ന് എന്തോ വന്ന് ദേഹത്തിടിച്ചു. എന്താണെന്നറിയില്ല. ജോസഫ് നടുവിൽ ഒന്ന് കൈവച്ചുകൊണ്ട് പറഞ്ഞു. വല്ല ഉൽക്കയോ മറ്റോ ആവുമോ ചേട്ടാ? കാശി ആലോചനയോടെ ജോസഫിനെ നോക്കി. ഉൽക്കയോ? ജോസഫിൻ്റെ കണ്ണ് മിഴിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ വല്ല അന്യഗ്രഹ ജീവികളുടെ പേടകം മറ്റും ആവാനും സാധ്യതയുണ്ട്. കാശി പിന്നെയും പറഞ്ഞു. പേടകം? ജോസഫ് ആലോചനയോടെ തലചൊറിഞ്ഞു. ആ, ചേട്ടൻ പത്രം ഒന്നും വായിക്കാറില്ലേ? ഇതിപ്പോൾ ഉൽക്കയുടെയും പേടകത്തിൻ്റെയും ഒക്കെ സീസണാണ് അല്ലേ കല്ലു? കാശി കല്ലുവിനെ നോക്കി ഒരു കണ്ണടിച്ച് കാണിച്ചു. ആണോ മോളെ? അയാൾ കണ്ണും വീഴ്ച് അവളെ നോക്കി. അവൾ ആണെന്നോ അല്ലെന്നോ പറയാൻ കഴിയാതെ നിന്ന് വിയർത്തു. ഈ ഉൽക്കയും പേടകവും ഒക്കെ ഒരിക്കൽ വന്ന് വീണാലേ പിന്നെയും അതേ ആളുടെ മേൽ തന്നെ വീഴാൻ സാധ്യതയുണ്ട്. കാശി എന്തോ ഭയപ്പെടുത്തുന്നത് പറയും പോലെ ശബ്ദം താഴ്ത്തി ജോസഫിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് പറഞ്ഞു. ജോസഫ് ഒന്ന് ഉമിനീർ ഇറക്കി. എത്ര പേരാണെന്നോ ഉൽക്ക വീണ് മരിച്ചത്? പത്രത്തിൽ ഉണ്ടായിരുന്നു. കാശി സങ്കടത്തോടെ കണ്ണുകൾ തുടച്ചു. കല്ലു ചുരിദാറിൻ്റെ ഷാൾ വായിലേക്ക് കുറച്ച് തിരികി ചിരിയടക്കി. ജോസഫ് തൻ്റെ ഇടവും വലവും മുകളിലും ഒക്കെയായി ഉൽക്കയെ തിരയാൻ തുടങ്ങിയിരുന്നു. അധികം പുറത്തിറങ്ങി നടക്കണ്ട ചേട്ടാ. ചേട്ടൻ പേടിക്കണ്ടട്ടോ. ഞങ്ങൾ ചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ പ്രാർത്ഥിക്കാം. അത്രയും പറഞ്ഞ് കാശിയും കല്ലുവും പതിയെ നടന്നു തുടങ്ങി. എന്തു നല്ല മനുഷ്യനായിരുന്നു. പാവം, ആയുസില്ല. അതും പറഞ്ഞ് കണ്ണു തുടച്ചു പോകുന്ന കാശിയെ കാണാൻ ജോസഫിൻ്റെ നെഞ്ചിരിപ്പ് ഒന്നുകൂടെ ഉയർന്നു. കാശി, എനിക്ക് നിന്നോടൊരു കൂട്ടം ചോദിക്കാനുണ്ടായിരുന്നു. എന്താടി? കാശി അവളെ തന്നെ നോക്കി. ചോദിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു പരിഭ്രമം അവളുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അത് അന്ന് സ്വർണ്ണം എടുത്തത് അജ്മലാണെന്ന വിവരം നീ എങ്ങനെ അറിഞ്ഞു? കല്ലു മറുപടിക്കായി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അതവിടെ ഒരു ഡോക്ടറില്ലേ അറക്കലിൽ? ആര്? അമീർ സാറോ? കല്ലു അവനെ തന്നെ നോക്കി നിന്നുപോയി. അയാൾ തന്നെ. അയാളാണ് ആ ചെറുക്കനാണെന്ന് പറഞ്ഞത്. ഞാൻ അറക്കലേക്ക് ചെല്ലുമ്പോൾ അന്ന് ആ പയ്യനെ അവിടെ ഇട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചിട്ടാ എനിക്ക് അങ്ങേര് തന്നത്. എന്നിട്ട് നിന്നെ ഇറക്കാനും പറഞ്ഞു. ദോഷം പറയരുതല്ലോ. നിന്റെ ഷാഫിക്കയും ഹജറുമയും ഒക്കെ അജ്മലിന് വേണ്ടി വാദിക്കുന്നുണ്ടായിരുന്നു. ആ ഡോക്ടർ ചെക്കൻ്റെ ഒരൊറ്റടിയിൽ അവൻ തത്ത പറയുന്ന പോലെ പറഞ്ഞു അവനാണ് സ്വർണം എടുത്തത് എന്ന്. കാശി പറയവേ കല്ലു കണ്ണുമിഴിച്ചു പോയി. രാവിലെ സുഹറ എന്തുകൊണ്ടാണ് അത്രയും അധികം അമീറിനോട് തട്ടിക്കയറിയത് എന്നതിനെക്കുറിച്ച് അവൾക്ക് ഏകദേശം ഒരു ധാരണയായി. അങ്ങേർക്ക് നിന്നെ നല്ല കാര്യമാണല്ലേ? പിന്നെ എന്ത് കാര്യമാണെന്നോ? എന്നെ ഒരു നേരം കാണാതിരിക്കാൻ പറ്റത്തില്ല അങ്ങേർക്ക്. അതുകൊണ്ട് 5 മണി വരെയുള്ള ഡ്യൂട്ടി ടൈം 8 മണി വരെ ആക്കി സഹായിച്ചിട്ടുണ്ട്. സ്നേഹം കൊണ്ടാണേ. സ്നേഹം കൂടിയിട്ട് എന്നോട് ജോലി ചെയ്ത് വയ്യാതായെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടേക്കാം എന്ന് പോലും പറഞ്ഞു അങ്ങേര്. അറിയാവോ? എന്താ കാര്യം? വെറും സ്നേഹം. കല്ലുവിൻ്റെ പറച്ചിൽ കേട്ട് കാശി ആകെ ആശയക്കുഴപ്പത്തിലായി. എന്നാൽ ഞാൻ ചെല്ലട്ടെ കല്ലു. ഇന്ന് രാത്രി ഒരു ഓട്ടമുണ്ട്. ഇപ്പോൾ പോയി ഒന്ന് ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. രാത്രി വളയം പിടിക്കാനുള്ളതാ. അവൾ ചെറുചിരിയോടെ തലയാട്ടി. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചെറിയമ്മ ഉമ്മറത്തെ തിണ്ണയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വൈകിട്ടത്തെ ചായക്കുള്ള ഇരിപ്പാണ്. താൻ വന്നതിന് ശേഷമാണ് ചായക്കുള്ള വെള്ളം വെക്കാറ്. അടുക്കള ഇപ്പോൾ മുഴുവനായും എനിക്ക് തീരെഴുതി തന്നിട്ടുണ്ട്. അതിൽ പരാതിയൊന്നുമില്ല. പക്ഷേ ഒന്ന് നിൽക്കാനോ ഇരിക്കാനോ ഒഴിവില്ലാത്ത ഈ ഓട്ടത്തിൽ ഉണ്ടാക്കുന്ന ഒന്നും സ്വാദുണ്ടെങ്കിൽ പോലും ഉണ്ടെന്ന് പറയാൻ ആരും തയ്യാറാവില്ല. പച്ചവെള്ളം മുന്നിൽ കൊണ്ടുവച്ചാൽ പോലും അതിലും കുറ്റം കണ്ടെത്തുന്നത് കണ്ട് കല്ലുവിന് പലപ്പോഴും ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. ഇന്ന് കെട്ടിലമ്മ നേരത്തെയാണല്ലോ. രാത്രിയിലേക്ക് ആരെയും കിട്ടിയില്ല എന്ന് അർത്ഥം വെച്ചുള്ള അവരുടെ ചോദ്യത്തിൽ തൻ്റെ തൊലി ഉരിഞ്ഞു പോകുന്ന പോലെ തോന്നി കല്ലുവിന്. കല്ലു ഒന്നും മിണ്ടാതെ അകത്തേക്ക് വലിയാൻ തുടങ്ങി. നീ എങ്ങോട്ടാടി ഇത്ര ധൃതിയിൽ? എൻ്റെ കുഞ്ഞിനെ തല്ലിയതിന് നീയും നിൻ്റെ മറ്റവനും അനുഭവിക്കും. രാത്രിയിലുള്ള ഊരു ചുറ്റലൊക്കെ നിർത്തിക്കും ഞാൻ. അച്ഛൻ ഇങ്ങോട്ട് വന്നോട്ടെ. ബാക്കി അപ്പോൾ കരയിപ്പിക്കും നിന്നെ ഞാൻ. അത് പറയുമ്പോൾ ആ സ്ത്രീയുടെ ഞരമ്പുകൾ പോലും വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇവരൊക്കെ തന്നെ ശത്രുപക്ഷത്ത് കാണുന്നത്? എന്ത് തെറ്റാണ് ഞാൻ ഇവരോട് ചെയ്തത്? അവളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ കുമിഞ്ഞുകൂടി. കല്ലുവിൻ്റെ കണ്ണുകൾ ഒന്ന് തുളുമ്പി. കവിളുകൾ പോലും ഒന്ന് വിറച്ചു. പെട്ടെന്ന് ഒരുവൻ്റെ വാക്കുകൾ ഹൃദയത്തിലേക്ക് അടിച്ചു കയറി വന്നു. പെട്ടെന്ന് കല്യാണി ഒന്ന് ശാന്തമായി. ചെറിയമ്മക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇനി നേരം വൈകി വരില്ല.
ജോലി തീരാത്തത് കൊണ്ടാണ് രാത്രിയിൽ വരേണ്ടി വരുന്നത്. ആ സ്ത്രീ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു. വൈകിട്ട് വരെ നിന്നില്ലെങ്കിൽ ജോലി പോകുമെന്നല്ലേ ഉള്ളൂ, സാരമില്ല. എന്നാലും ചെറിയമ്മക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല, കല്ലു പറഞ്ഞു. ജോലി പോകുമെന്നോ? ആ സ്ത്രീയുടെ കണ്ണു വിഴിഞ്ഞു. ആ, ഞാൻ ഇന്ന് പറഞ്ഞു എൻ്റെ ചെറിയമ്മക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ വൈകുന്നേരം വരെ മാത്രമേ ജോലി ചെയ്യൂ എന്ന്. എക്സ്ട്രാ ടൈം ജോലി തന്നാൽ ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു, കല്ലു പറഞ്ഞു. അവർ എന്തു പറഞ്ഞു എന്നിട്ട്? അവരിൽ ആകാംക്ഷ. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ജോലിക്ക് വരണ്ടായെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ജോലി പോയാലും കുഴപ്പമില്ല, ചെറിയമ്മക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്ന്. കല്ലു അത്രയും പറഞ്ഞ് അവരെ ഒന്ന് പാളി നോക്കി. നീ അങ്ങനെ അടുത്തു മുറിച്ച് പറയേണ്ടിയിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും ഒരു ജോലി തന്ന് സഹായിച്ചവരല്ലേ? ചെറിയമ്മ നഖം കടിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആ ജോലിയിൽ നിന്ന് ഇറങ്ങിയാൽ കുടുംബം പട്ടിണിയായി പോകുമെന്ന് എന്നേക്കാൾ കൂടുതൽ ഈ വീട്ടിലുള്ളവർക്കറിയാം. എങ്കിലും കണ്ടില്ലെന്ന് നടിക്കുന്നു, കല്ലു ആലോചിച്ചു. എന്തു സഹായം? ജോലി എടുത്തിട്ടല്ലേ പണം തരുന്നത്. എന്തായാലും ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല, കല്ലു തീർപ്പ് പറഞ്ഞു. അതൊന്നും പറ്റില്ല, നീ പോയിക്കോ, ചെറിയമ്മ ഒന്ന് ഞെട്ടി. അപ്പോൾ രാത്രി വൈകി വന്നാലോ? കല്ലു നിഷ്കളങ്കതയോടെ അവരെ നോക്കി. അതൊന്നും കുഴപ്പമില്ല, അവരൊക്കെ വലിയ ആളുകളല്ലേ, വെറുതെ അവരോട് തർക്കിക്കണ്ട, ചെറിയമ്മ പറഞ്ഞു. അപ്പോൾ അച്ഛൻ അറിഞ്ഞ വഴക്ക് പറയില്ലേ? കല്ലു വിടാൻ ഭാവമില്ലായിരുന്നു. ഓ, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അല്ലെങ്കിലും ഒരു ജോലിയാവുമ്പോൾ എന്തൊക്കെ ചുറ്റുപാടുണ്ട്. ഇന്നും ഒരേ സമയത്ത് ജോലി കഴിയണമെന്ന് നിർബന്ധം പിടിക്കാക്കുവോ? പിന്നെ ഒരു പ്രായമായ സ്ത്രീയെ നോക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പുണ്യവും ഉണ്ടാവും, ചെറിയമ്മ പറഞ്ഞു. ആണോ ചെറിയമ്മേ? കല്ലു ചോദിച്ചു. ഓ പിന്നെ അല്ലാതെ, നീ ധൈര്യമായിട്ട് ജോലിക്ക് പോയിക്കോ. രാത്രി അല്പം വൈകിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്രയും പറഞ്ഞ് അവർ തിടുക്കത്തിൽ ഉള്ളിലേക്ക് വലിഞ്ഞു. ഉമ്മുമ്മയുടെ അമീർ മോൻ ഞാൻ വിചാരിച്ച പോലെയല്ല, തലക്കകത്ത് കാഞ്ഞ ബുദ്ധിയാണ്. ഒരു തർക്കമോ വഴക്കോ ഒന്നുമില്ലാതെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചെറിയമ്മ പോകുന്നത് നോക്കി കല്ലു മനസ്സിൽ പറഞ്ഞു. ഇന്ന് തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞതാണ് വീട്ടിൽ ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കാൻ. എന്നാൽ പിന്നെ ഈ ജന്മം ഞാൻ ഇനി ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ആളൊന്ന് ചിരിച്ചു. കൂടെയുള്ളവരുടെ മനസ്സ് പഠിക്കാത്തതാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് എൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി പറഞ്ഞു. ആ മിഴികൾക്കൊരു പ്രത്യേക കാന്തിക ശക്തി, കല്ലു ഓർത്തു. കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്